Ladies and gentlemen, get ready to embark into the extraordinary story of Jesus. We will begin by celebrating his humble birth in Bethlehem, a birth that would change the course of history forever. From there, we will reflect on his formative years in the quiet town of Nazareth, where he grew in wisdom and grace. Our journey will then take us through his profound teachings, inspiring miracles, ultimate sacrifice, enduring betrayal, crucifixion, and the agony on the cross. But the story does not end there. For on the third day, Jesus defied death itself by rising from the grave and offering the world eternal hope and salvation. The story of Jesus. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ പതിവ് പോലെ യേശുവും മാതാപിതാക്കളും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയി. തിരുനാൾ കഴിഞ്ഞവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. യേശുവിൻ്റെ മാതാപിതാക്കൾ ബന്ധുക്കൾക്കിടയിൽ അവനെ അന്വേഷിച്ചിട്ട് കാണാകിയാൽ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3-ാം ദിവസം കണ്ടെത്തിയപ്പോൾ അവൻ വേദപണ്ഡിതന്മാരുടെ ഇടയിലിരുന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. യേശു സ്നാപക യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുന്നു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു.
സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവുമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു ബത്സയിദയിലെത്തിയപ്പോൾ കുറേ പേർ ഒരന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വച്ചു. അവന് കാഴ്ച തിരിച്ചു കിട്ടി. യേശുവിൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി ഒരു വലിയ ജനസമൂഹം അവിടെ ഒരുമിച്ച് കൂടി. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. യേശുവും ശിഷ്യന്മാരും പെസഹ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. യേശു പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസാണ് മുൻപിൽ നടന്നിരുന്നത്. യേശു അവനോട് ചോദിച്ചു, യൂദാസേ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? അവർ യേശുവിനെ ബന്ധിച്ച് പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചതിന് ശേഷം ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. ഗോൽഗോഥായിലെത്തിയപ്പോൾ അവർ യേശുവിനെ കുരിശിൽ തറച്ചതിന് ശേഷം അവൻ്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ഭാഗിച്ചെടുത്തു. ആറാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിൻ്റെ തിരശ്ശീല നടുവേ കീറി. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഉയർപ്പിക്കപ്പെട്ടു.